രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജാപ്പാനീസ് ഇംപീരിയൽ ആർമിയിലെ സൈനികരിൽ നിന്നും അതിനീചമായ ലൈംഗിക ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ത്രീയാണ് തെരേസിറ്റ ബെർമുഡേസ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് കുടുംബവുമായി യാത്ര ചെയ്യുന്നതിനിടെ ജാപ്പാനീസ് പട്ടാളക്കാർ അവരുടെ കുടുംബത്തെ തടഞ്ഞു നിർത്തി. 12 വയസ്സുള്ള തെരേസിറ്റ സുന്ദരിയാണെന്ന് പ്രഖ്യാപിക്കുകയും പട്ടാളക്കാർ അവരുടെ കവചിത വാഹനത്തിലേക്ക് തെരേസിറ്റയെ കൊണ്ടുപോവുകയും ചെയ്തു. തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജാപ്പാൻ ഇംപീരിയൽ ആർമിയുടെ നിയന്ത്രണത്തിലുള്ള റോക്സാക് സിറ്റിയിലെ ഒരു മാളികയിലേക്ക് അവളെ കൊണ്ടുവന്നു. തെരേസിറ്റ വിവരിക്കുന്നു, ഒരു ഇലക്ട്രിക് ബൾബ് മാത്രം കത്തുന്ന ജനാലകളില്ലാത്ത ഒരു ചെറിയ മുറിയിലേക്ക് അവർ എന്നെ തള്ളിയിട്ടു. അതോർക്കുമ്പോൾ തന്നെ എനിക്ക് വിറയ്ക്കുന്നു. 2 വീതം ജാപ്പാനീസ് പട്ടാളക്കാർ ജോഡികളായി ബോധം നഷ്ടപ്പെടുന്നതുവരെ എന്നെ റേപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. നിലവിളിച്ചുകൊണ്ട് ഹെൽപ്പ് മീ ഗോഡ് എന്ന് മാത്രമേ തനിക്ക് പറയാൻ സാധിച്ചുള്ളൂ. പിന്നീടുള്ള ഒരാഴ്ച സ്റ്റോറേജ് റൂമിൽ തന്നെ പൂട്ടിയിട്ടു. വൃത്തിയുള്ള ഭക്ഷണവും വസ്ത്രവും ലഭിച്ചെങ്കിലും എനിക്ക് കഴിക്കാനായില്ല. എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. ജാപ്പാനീസ് ഉദ്യോഗസ്ഥൻ്റെ കാമുകിയെന്ന് സംശയം തോന്നിയ ഒരു ഫിലിപ്പീനക്കാരിയെ അവർ സ്നേഹപൂർവ്വം ഓർത്തു. അവൾക്കെന്നോട് സഹതാപം തോന്നി. തെരേസിറ്റ പറഞ്ഞു, ആ സ്ത്രീയെ ഒരു മാലാഖ എന്ന് വിളിക്കാം. അവർ എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. ആ രാത്രിയിൽ അവളെന്നെ നദിക്കരയിലുള്ള ബോട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസത്തിനു ശേഷം വീണ്ടും കുടുംബവുമായി ഒന്നിച്ചു. അന്ന് ജാപ്പാനീസ് സൈനികരുടെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട മരിയ കുസിറ്റാഡിയോ തൻ്റെ കഥ പറയുന്നു. 1944 സെപ്റ്റംബറിൽ തൻ്റെ മാതാപിതാക്കൾ പകലിൽ വയലിൽ വിളവെടുക്കുന്നതിനിടെ പട്ടാളക്കാർ വീട്ടിലേക്ക് ഇരച്ചുകയറി. തന്നെയും സഹോദരനെയും കാപ്പീസ് മേഖലയിലുള്ള ഒരു ആശുപത്രിയിലെ അവരുടെ ക്യാമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. വീട്ടിലെ പന്നിയെ കൊന്ന ശേഷം അതിനെ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ സൈനികർ അവനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പന്നിയെ പ്രവേശന കവാടത്തിൽ ഉപേക്ഷിച്ചു. അതിനുശേഷം അവനെക്കൊണ്ട് ഉപകാരമില്ലെന്ന് മനസ്സിലായ പട്ടാളക്കാർ അവനെ അടിച്ചു കൊന്നു. ഞാൻ ബോധം കെട്ട് വീണു. ഞാൻ ഉണർന്നത് പൂട്ടിയിട്ട ഒരു റൂമിലായിരുന്നു. നീചവും നിന്ദ്യവും ക്രൂരവുമായ ഒരു ദിനചര്യയുടെ തുടക്കമായിരുന്നു അത്. മിക്കപ്പോഴും 2-3 പട്ടാളക്കാർ ചേർന്ന് പലതവണ റേപ്പ് ചെയ്തു. 12 വയസ്സുകാരിയുടെ അപേക്ഷകൾ അവർ അവഗണിച്ചു. സുഖി ഫാൽക്കൺബർഗ് എന്ന സ്ത്രീ താൻ നേരിട്ട കൊടിയ ലൈംഗിക പീഡനങ്ങളുടെയും ഗ്യാങ് റേപ്പിൻ്റെയും കഥ പറയുന്നു. തുടർച്ചയായുള്ള ലൈംഗിക പീഡനങ്ങൾ ഒരു നേരിയ പീഡനമല്ല. ജനനേന്ദ്രിയത്തിൽ സൃഷ്ടിക്കപ്പെട്ട മുറിവുകളിൽ ജലകണികകൾ പടരുമ്പോൾ അവിടെ തീയിട്ടതുപോലെയുള്ള വേദനയാണ് അനുഭവിച്ചത്. ജനനേന്ദ്രിയങ്ങൾ ചതയുകയും വീർക്കുകയും ചെയ്തു. ഗർഭപാത്രത്തിനും ആന്തരികാവയവങ്ങൾക്കും സംഭവിച്ച ക്ഷതങ്ങൾ അതിതീവ്രമായിരുന്നു. ആ നികൃഷ്ട മനുഷ്യർ എന്നെ ഒരു പൊതുമാലിന്യം തള്ളാനുള്ള ഇടം പോലെ ഉപയോഗിച്ചത് വയറിൻ്റെ ചുഴിയിൽ ഇപ്പോഴും ആഴത്തിൽ വേദനയും നാണക്കേടും സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതൊരിക്കലും പൂർണ്ണമായും ഇല്ലാതാകാത്ത അതികഠിനവും ഭാരമേറിയതുമായ അസുഖകരമായ ഒരു വികാരം പോലെയാണ്. അവർ എൻ്റെ പൂർണ്ണമായും നിസ്സഹായമായ നഗ്ന ശരീരം മാത്രമല്ല കണ്ടത്, ഞാൻ യാചിക്കുന്നതും കരയുന്നതും അവർ കേട്ടു. അവരുടെ മുന്നിൽ ദയനീയമായി പോയ താഴ്ന്നതും വെറുപ്പുളവാക്കുന്നതുമായ ഒന്നായി അവർ എന്നെ താഴ്ത്തി. വർഷങ്ങൾക്ക് ശേഷം ഇത്തരമൊരവസ്ഥ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വിശദീകരിക്കാൻ വളരെയധികം ധൈര്യം വേണ്ടി വന്നു. സാംസ്കാരികമായ നാണക്കേട് എന്നുള്ളത് വളരെ ആഴത്തിലുള്ളതാണ്. മരിയ റോസ ഹെൻസൺ തൻ്റെ അനുഭവം വിവരിക്കുന്നു. 1942 വീട്ടിലേക്ക് വിറക് ശേഖരിക്കുന്നതിനിടെ 3 ജാപ്പാനീസ് പട്ടാളക്കാർ ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്തു. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അത് തന്നെ സംഭവിച്ചു. 1943 മരിയയും കൂട്ടുകാരും പട്ടാളക്കാരാൽ പിടിക്കപ്പെടുകയും അവരെ ഏഞ്ചൽസിലെ പമ്പാങ്കയിലുള്ള വലിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കംഫർട്ട് വുമൺ സ്ലേവ് ഓഫ് ഡെസ്റ്റിനി എന്ന തൻ്റെ പുസ്തകത്തിൽ അവർ വിവരിക്കുന്നു, 12 പട്ടാളക്കാർ തന്നെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തു. അത് കഴിഞ്ഞ് അരമണിക്കൂർ വിശ്രമം നൽകി. അതിനുശേഷം വീണ്ടും 12 പട്ടാളക്കാർ കൂടി ഗ്യാങ് റേപ്പ് ചെയ്തു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. ജനനേന്ദ്രിയം തടിച്ചു വീർത്തു. ഐ ക്രൈഡ് ആൻഡ് ക്രൈഡ്. സൈനികരെ തടയാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവർ കൊല്ലുമായിരുന്നു. ജാപ്പാനീസ് സൈനികരുടെ കൊടിയ ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയയാവുകയും
വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ആക്ടിവിസ്റ്റാവുകയും ചെയ്ത ജാൻ ഓഹറിനെ അവരുടെ കഥ പറയുന്നു. 1944 ഫെബ്രുവരിയിൽ തങ്ങളെ ഒരു മിലിട്ടറി ട്രക്കിൽ ക്യാമ്പിലെത്തിച്ചു. 17 വയസ്സിൽ കൂടുതലുള്ളവരും സ്ത്രീകളുമായിരുന്നു ആ കോമ്പൗണ്ടിലുണ്ടായിരുന്നത്. ഞങ്ങളെ അവിടെ വരിവരിയായി നിർത്തി. അവരിൽ ഓഹറിനെ ഉൾപ്പെടെ ഏറ്റവും ആകർഷണീയതയുള്ള 10 പേരെ ജാപ്പാനീസ് സൈനികർ തിരഞ്ഞെടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിൽ തന്നെ ഓഹറിനെ ഉൾപ്പെടെയുള്ള 7 പെൺകുട്ടികളെ അവരുടെ ക്യാമ്പിൽ നിന്നും 47 കിലോമീറ്റർ അകലെയുള്ള സെലാരങ്ങിലെ ഒരു പഴയ ഡച്ച് കൊളോണിയൽ വീട്ടിലേക്ക് കൊണ്ടുപോയി. ദ ഹൗസ് ഓഫ് 7 സീസ്, 7 കടലുകളുടെ വീട് എന്നറിയപ്പെട്ടിരുന്നു ആ വീട്. മാത്രമല്ല സൈനികർക്ക് വേണ്ടിയുള്ള വേശ്യാലയമായിരുന്നു ആ വീട്. ആ വീട്ടിലെ ആദ്യ ദിവസത്തെ പ്രഭാതത്തിൽ തന്നെ പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് മുൻവശത്തെ വരാന്തയിൽ പ്രദർശിപ്പിച്ചു. അവിടം സന്ദർശിക്കുന്ന ഉദ്യോഗസ്ഥർ ആ ഫോട്ടോയിൽ നിന്നും പെൺകുട്ടികളെ തിരഞ്ഞെടുക്കും. തുടർന്നുള്ള 4 മാസങ്ങൾ പെൺകുട്ടികളെയും കന്യകമാരെയും രാവും പകലും ആവർത്തിച്ച് റേപ്പ് ചെയ്യുകയും വഴങ്ങാത്തവരെ അടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തു. ഗർഭിണികളായവരെ നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചു. അതിഭീകരമായ 4 മാസങ്ങൾക്ക് ശേഷം പെൺകുട്ടികളെ വെസ്റ്റ് ജാവയിലുള്ള ബോഗർ ക്യാമ്പിലുള്ള ഒരു വീട്ടിലേക്ക് മാറ്റി. അവിടെ അവരെ കുടുംബവുമായി ഒന്നിപ്പിച്ചു. സൈനിക വേശ്യാലയങ്ങളിൽ അടിമകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ വീട്. തങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറഞ്ഞാൽ തങ്ങളെയും കുടുംബാംഗങ്ങളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. 1945 ഓഹർണയെ ബത്താവിയയിലെ ക്യാമ്പിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് അവർ മോചിതയാക്കപ്പെടുകയും ചെയ്തു. ഫെഡൻഷ്യ ഡേവിഡ് എന്ന സ്ത്രീ പറയുന്നു, 14-ാമത്തെ വയസ്സിൽ സൈനികരാൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു. പകൽ തുണിയലക്കലും പാചകം ചെയ്യലും കഴിഞ്ഞാൽ രാത്രി 10-15 പട്ടാളക്കാർ ചേർന്ന് റേപ്പ് ചെയ്യും. അതും ദിവസത്തിൽ പലതവണ. പട്ടാളക്കാർ തൻ്റെ കുടുംബാംഗങ്ങളെ കൊല്ലുന്നത് നേരിട്ട് കാണേണ്ടി വന്നു. പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ ഇപ്രകാരമാണ്. താൻ വിരൂപയായാൽ പട്ടാളക്കാർക്ക് തന്നോട് ആഭിമുഖ്യമുണ്ടാകില്ലെന്ന് കരുതി തല മൊട്ടയടിച്ചു. പക്ഷേ അത് നേരെ വിപരീത ഫലം ചെയ്തു. മൊട്ടയടിച്ച എന്നെ അവർ ഒരു കൗതുക വസ്തുവായി കണ്ടു. മൊട്ടയടിച്ചവളെ എല്ലാവർക്കും വേണമെന്നുള്ള അവസ്ഥ സംഭവിച്ചു. ഞാൻ അവരോട് ഓരോരുത്തരോടും പോരാടി. പരിശോധിക്കാനെത്തിയ ഡോക്ടർമാരും ബലാത്സംഗം ചെയ്തു. ഞങ്ങളെ കൂടുതൽ അപമാനിതരാക്കാൻ വേണ്ടി അവർ വാതിലും ജനാലകളും തുറന്നിട്ടു. ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് ലൈംഗിക അടിമകളാക്കപ്പെടുന്ന സ്ത്രീകളെ ജാപ്പാനീസ് പട്ടാളക്കാർ വീതം വെച്ചെടുക്കുന്നതിലും ചില രീതികളുണ്ടായിരുന്നു. ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീകളിൽ 80% സ്ത്രീകളും കൊറിയക്കാരായിരുന്നു. അവർ ലോവർ റാങ്കിലുള്ള പട്ടാളക്കാർക്ക് ലൈംഗിക അടിമകളാക്കപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ, അതായത് ഇപ്പോഴത്തെ ഇന്തോനേഷ്യൻ പ്രദേശമായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നത് ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. അതൊരു സംവരണം പോലെയായിരുന്നു അവിടെ. 1942 ജാപ്പാനീസ് പട്ടാളം പിടികൂടിയ ശേഷം കൂട്ടബലാത്സംഗം ചെയ്യുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ഓസ്ട്രേലിയയിൽ നിന്നുള്ള 22 നഴ്സുമാരിൽ നിന്നും രക്ഷപ്പെട്ട ഏക സ്ത്രീയായ വിവിയൻ ബുൾവിങ്കലിൻ്റെ കഥ വ്യത്യസ്തമാണ്. ഇന്തോനേഷ്യയിലെ ബാങ്ക ഐലൻഡിൽ വച്ച് 22 ഓസ്ട്രേലിയൻ നഴ്സുമാരെ ജാപ്പാനീസ് സൈനികർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം വെടിവെച്ചു കൊന്നു. ആ 22 നഴ്സുമാരിൽ വെടിയേറ്റവളായിരുന്നു വിവിയൻ ബുൾവിങ്കലും. പക്ഷേ വെടിയേറ്റ ശേഷം വിവിയൻ ബുൾവിങ്കൽ മരണപ്പെട്ടതായി അഭിനയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് വനത്തിൽ അവർ ഒളിച്ചിരിക്കുകയും അതിനുശേഷം തടവിലാക്കപ്പെടുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത നികൃഷ്ടന്മാരും നിഷ്ഠൂരന്മാരുമായ രാക്ഷസന്മാരുടെ സംഘമായിരുന്നു ജാപ്പാനീസ് ഇമ്പീരിയൽ ആർമിയും അതിലെ സൈനികരും. ആ അർത്ഥത്തിൽ ജാപ്പാൻ ലോകത്തിലെ തന്നെ ഏറ്റവും നാണം കെട്ടവരുടെ രാജ്യം കൂടിയാണ്. അതിനേക്കാളും ഏറ്റവും വിചിത്രമെന്നത് ടോക്കിയോ യുദ്ധക്കുറ്റ വിചാരണ വേളയിൽ ഇത്തരത്തിൽ ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് സ്ത്രീകളെ പരാമർശിക്കുകയോ അഭിസംബോധന ചെയ്യുകയോ ചെയ്തില്ല. അതിന് കാരണമെന്നത് ജാപ്പാനീസ് സൈന്യം ചെയ്തു കൂട്ടിയ നിഷ്ഠൂരമായ കൂട്ടബലാത്സംഗങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ 2ാം ലോക മഹായുദ്ധകാലത്തും അതിനു മുൻപും ലൈംഗിക അടിമകളാക്കപ്പെടുകയും കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാവുകയും ചെയ്ത ലക്ഷക്കണക്കിന് സ്ത്രീകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ചരിത്രകാരന്മാരും പ്രൊഫസർമാരും കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ.